മംഗല്യത്താലി. രചന കാശിനാഥൻ. അവതരണം മിത്രവിന്ദ. അമ്മ കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ പറയുക. ഇവളെ ഞാൻ വിവാഹം കഴിച്ചത് എന്നും എന്നോടൊപ്പം കൂടെ ഉണ്ടാവാൻ വേണ്ടിയാണ്. അല്ലാതെ മംഗലത്ത് വീട്ടിലെ മഹാലക്ഷ്മി പറയുമ്പോൾ വലിച്ചെറിഞ്ഞ് കളയാൻ വേണ്ടിയല്ല. ഈ ഹരിനാരായണനെ അതിന് കിട്ടില്ല. എന്നോട് തർക്കത്തരം പറയാനും മാത്രം വളർന്നോ ഹരി നീയും? മഹാലക്ഷ്മി അവന് നേരെ ആക്രോശിച്ചു. അമ്മയോട് തർക്കത്തരമല്ല പറഞ്ഞത്, സത്യം സത്യം മാത്രമാണ് പറഞ്ഞത്. അത് മനസ്സിലാക്കാനുള്ള വിവരമൊക്കെ അമ്മയ്ക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. എടാ, ഹരിയുടെ ആയുസ് തീരും വരേക്കും ഭദ്ര ഒപ്പം കാണും, കണ്ടിരിക്കും. അതിന് യാതൊരു മാറ്റവുമില്ലമ്മേ, 100%. അവൻ പറയുന്ന കേട്ട് ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ് ഭദ്ര, കവിൾത്തടത്തിൽ കൈപ്പത്തി ചേർത്ത് അമർത്തി പിടിച്ചുകൊണ്ട്. ഇത്രയ്ക്ക് ഒറ്റ രാത്രി കൊണ്ട് മാറിപ്പോകാനും മാത്രം എന്തു മയക്കുവിദ്യയാണ് ഇവൾ നിനക്ക് ചെയ്തു തന്നത്? ഒന്ന് പറഞ്ഞു തന്നേ. അത്രമാത്രം അപ്സരസ് ആണോടാ ഈ നിൽക്കുന്നവൾ? കൊണ്ടച്ച മതി നോശൂലം. മഹാലക്ഷ്മി പറയുന്ന ഓരോ വാക്കുകളും കേൾക്കുമ്പോൾ അവൾക്ക് നിന്നിടത്ത് നിന്ന് ഉരുകം പോലെ തോന്നി. ഈ തന്തയില്ലാത്തവളെ ഏതു നേരത്താണോ എടുത്ത് തലേ വെക്കാൻ എനിക്ക് തോന്നിയത്? സ്വന്തം ശവക്കല്ലറ സ്വയം ഞാൻ കുഴിച്ചതുപോലെ ആയില്ലോ എൻ്റെ ഭഗവാനെ. അവർ നിന്ന് ചീറി. ഇതിനൊക്കെയുള്ള മറുപടി അമ്മയോട് പറയാൻ പോലും എനിക്ക് താല്പര്യമില്ല, ഒട്ടും താല്പര്യമില്ല. അമ്മ പറയുന്ന ഓരോ വാക്കുകളും അത്രമേൽ നിലവാരമില്ലാത്തതാണെന്നുള്ളത് അമ്മയ്ക്ക് തന്നെ അറിയാലോ. പിന്നെ കൂടുതലായിട്ടൊരു സംസാരം അതിനി ഇവിടെ വേണ്ട. ഹരിക്ക് ജീവിതത്തിൽ തുണയായി എന്നും ഭദ്ര കാണും. വീറോടെ അവനും പറഞ്ഞു നിർത്തി. ഭദ്ര. ഹരി വിളിച്ചതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. വാടോ. അവളുടെ കൈത്തണ്ടയിൽ പിടിച്ചുകൊണ്ട് അവൻ മുകളിലേക്കുള്ള സ്റ്റെപ്സ് ഒന്നൊന്നായി വേഗത്തിൽ കയറിപ്പോയി. റൂമിലെത്തിയതും അവൻ വാതിലടച്ച് ലോക്ക് ചെയ്തു. എന്നിട്ട് ഭദ്രയുടെ നേർക്ക് തിരിഞ്ഞു. വേദനിച്ചോ തനിക്ക്? അവൻ അവളുടെ കവിളിൽ വിരൽ ഓടിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. നിസ്സഹായിയായി നിൽക്കുന്ന അവളുടെ മിഴികളിലേക്ക് നോക്കും തോറും വല്ലാത്തൊരു വേദന അതവനെ മൂടുപടം തീർത്തു. സോറിഡോ, റിയലി സോറി. അമ്മയ്ക്ക് വേണ്ടി ഞാൻ തന്നോട് ക്ഷമ ചോദിക്കുക, അവൻ സാവധാനം പറഞ്ഞു. ഹരിയേട്ടാ, ഞാൻ കാല് പിടിക്കുക, പ്ലീസ്. എനിക്കെൻ്റെ വീട്ടിൽ പോകണം. ഞാൻ താമസിച്ചത് അവിടെയല്ലേ, എനിക്ക് അവിടേക്ക് പോയാൽ മതി. എൻ്റെ മീര ടീച്ചറും ദേവിയമ്മയും കൂട്ടുകാരും ഒക്കെ ഉള്ളത് അവിടെ. ദേവി ഇത് എന്നെ അവിടെ നിന്ന് എത്തിക്കാമോ? ഞാൻ ഹരിയേട്ടൻ്റെ കാല് പിടിക്കാം. അവൾ ഹരിയുടെ ഇരു കാലുകളിലും കെട്ടിപ്പിടിച്ചുകൊണ്ട് അവനോട് യാചിച്ചു. ഒരു വേള അവനും വല്ലാതെയായി. ഭദ്ര, താൻ എന്താണ് ഈ കാണിക്കുന്നത്? ഛേ, എഴുന്നേറ്റ് വന്നിടോ ഇങ്ങട്. അവൻ അവളെ പിടിച്ചെഴുന്നേൽപ്പിച്ച് നേരെ നിർത്തി. അപമാനിച്ചോട്ടെ, സാരമില്ല, അർഹതപ്പെട്ടതാണ്. പക്ഷെ ഇങ്ങനെ എന്നെ തരം താഴ്ത്താനും മാത്രം എന്ത് തെറ്റാണ് ഹരിയേട്ടാ ഞാൻ ചെയ്തത്? ലക്ഷ്മിയമ്മ എന്തെല്ലാമാണ് എന്നോട് വിളിച്ചു പറഞ്ഞത്? ഞാൻ ഹരിയേട്ടനെ മയക്കിയെടുത്തോ? എന്തെങ്കിലും പറഞ്ഞോ? അവൾ ഹരിയെ നോക്കി വിങ്ങിപ്പൊട്ടി. ഈ തന്തയില്ലാത്തവളല്ല ഹരിനാരായണന് തുണയായി വേണ്ടത്. അതിന് വിധിച്ച ഒരു പെൺകുട്ടി ഇവിടെ ഈ കുടുംബത്തിൽ തന്നെയുണ്ട്. അവളെ ഒപ്പം ചേർത്താൽ മതി. എന്നെ എൻ്റെ വഴിക്ക് വിട്ടേക്ക്. അവൾ ഹരിയുടെ നേർക്ക് കൈ കൂപ്പി തൊഴുതുകൊണ്ട് പറഞ്ഞു. ഇല്ല ഭദ്ര, നിന്നെ എവിടേക്കും വിട്ട് കളയില്ല ഞാൻ. അമ്മയോട് പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് എനിക്കിനിയും പറയുവാനുള്ളത്. അതിലൊരു മാറ്റം അത് ചിന്തിക്കുക പോലും വേണ്ട. ഹരി തീർത്തു പറഞ്ഞു. താൻ വേഗം റെഡിയാവ്, നമുക്ക് പുറത്തേക്കൊന്ന് പോകണം. അനിയേട്ടന് എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങണം. പിന്നെ എനിക്കൊരു കുർത്തയും ഞാൻ കാലത്തെ പറഞ്ഞിരുന്നില്ലേ. പെട്ടെന്നായിക്കോട്ടെ ഭദ്ര, പോയി മടങ്ങി വന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതാണ്. ഞാൻ എവിടേക്കും വരുന്നില്ല ഹരിയേട്ടാ, എനിക്കതിനാവില്ല. കൂടുതൽ എന്നെ നിർബന്ധിക്കുകയും വേണ്ട. അതെന്താ, തനിക്കെൻ്റെ ഒപ്പം വന്നാൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേണ്ട, അത് ശരിയാവില്ല. ഹരിയേട്ടൻ എന്നെ ടീച്ചറിൻ്റെ അടുത്തേക്ക് ആക്കി തരുവാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല,
ഞാൻ തനിയെ പോയിക്കോളാം. പിന്നെ വൈകുന്നേരത്തെ റിസപ്ഷൻ, അതിന് ഞാൻ വരില്ല. ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ അപമാനം ഭാരവും പേര് നിൽക്കാൻ എനിക്ക് താല്പര്യവുമില്ല. പ്ലീസ്, എന്നോടല്പം കരുണ കാണിക്കാൻ മനസ്സുണ്ടാവണം. ഭദ്രേ, അങ്ങനെ തോന്നുമ്പോൾ താലി കെട്ടുവാനും തോന്നുമ്പോൾ വലിച്ചെറിയാനുമല്ല ഞാൻ നിന്നെ വിവാഹം കഴിച്ചത്. സത്യം പറഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ നടന്നപ്പോൾ എനിക്ക് ലേശം വിഷമമുണ്ടായി. 2 ദിവസം കൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തത്. എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടൊന്നും അമ്മ എന്നോട് പറഞ്ഞതുമില്ല. എന്നിട്ട് ഞാൻ അമ്മയെ എതിർത്തു, കുറേയേറെ ബഹളം വെച്ചു. പിന്നീട് അങ്ങനെ കൂടുതൽ എന്നോട് പറഞ്ഞില്ല. അപ്പോഴമ്മ എന്നെ എൻ്റെ വഴിക്ക് വിടുകയാണെന്ന് ഞാൻ കരുതി. പക്ഷേ അന്ന് അനിയേട്ടൻ്റെ ആ കതിർമണ്ഡപത്തിൽ എത്തിയപ്പോഴാണ് എൻ്റെ വിവാഹവും അന്നേ ദിവസം അവിടെ വെച്ച് നടക്കപ്പെടുമെന്ന് ഞാൻ അറിഞ്ഞത്. കുറേയേറെ തവണ ഞാൻ അമ്മയെ എതിർത്തു. പക്ഷേ അമ്മ തീരുമാനിച്ചത് അപ്പോഴവിടെ നടക്കൂ എന്ന വാശിയിലായിരുന്നു. വിവാഹത്തെക്കുറിച്ചൊക്കെ ഏതൊരു പുരുഷനെയും പോലെ എനിക്കും ചില സങ്കല്പങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്നു. വെളുത്ത് തുടുത്ത് പൂവമ്പഴം പോലുള്ള പെൺകുട്ടിയെ വേണമെന്ന് ഒന്നുമല്ലായിരുന്നു കേട്ടോ. എന്നാലും വിവാഹത്തിന് മുന്നേ മനസ്സ് തുറന്ന് കുറേ സംസാരിക്കണമെന്നും രണ്ടാളുടെയും ഇഷ്ടങ്ങളൊക്കെ പരസ്പരം മനസ്സിലാക്കി പുതിയൊരു ജീവിതത്തിലേക്ക് തുടക്കം കുറിക്കണമെന്നും ഒക്കെയായിരുന്നു എൻ്റെ കാഴ്ചപ്പാട്. പെട്ടെന്ന് അതെല്ലാം കാറ്റിൽ പറത്തി വിട്ടുകൊണ്ട് അമ്മയുടെ ഇഷ്ടത്തിന് ഞാൻ ഒടുവിൽ വഴങ്ങിക്കൊടുക്കുകയായിരുന്നു. അപ്പോൾ മൃദുല, സംശയത്തോടെ ഭദ്ര ഹരിയെ നോക്കി. മൃദുല എൻ്റെ കസിൻ സിസ്റ്ററാണ്. അതിനേക്കാൾ ഉപരി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്. ഒരിക്കലും ഞാൻ അവളെ എൻ്റെ ഭാര്യയുടെ സ്ഥാനത്ത് കണ്ടിട്ടില്ല. ഇനിയോട്ട് കാണാനും പോകുന്നില്ല. അതുപോലെ തന്നെയാണ് അവൾ തിരിച്ചും. എൻ്റെ അമ്മയുടെ സഹോദരൻ്റെ മകളാണ് മൃദുല. തനിക്ക് ഏകദേശം എൻ്റെ അമ്മയെ ഇപ്പോൾ മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ അവരുടെ സഹോദരനെ ഊഹിക്കാമല്ലോ. അത്രയേ ഉള്ളൂ. എൻ്റെ അമ്മ പറയും പോലെ എന്നെ മാത്രം മനസ്സിലോർത്ത് കരഞ്ഞ് നിലവിളിച്ചിരിക്കുകയൊന്നും അല്ല മൃദുല. വളരെ ബോൾഡായിട്ടുള്ള നല്ലൊരു പെൺകുട്ടിയാണവൾ. അമ്മാവൻ ഇക്കാര്യം സംസാരിച്ചപ്പോൾ തന്നെ അവൾ അവരോട് ബഹളം വെച്ചു. ഈ പ്രൊപ്പോസലിൻ്റെ കാര്യം അവളോടിനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്ക് തോന്നിയവനെ കണ്ടുപിടിച്ച് അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോകുമെന്നും സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുമെന്നും അമ്മാവനെ പറഞ്ഞ് വിരട്ടിയിരിക്കുകയാണ്. ആ മൃദുലയാണോ ഇങ്ങോട്ട് എന്നെ തേടി വരുമെന്ന് അമ്മ പറയുന്നത്? ചുമ്മാ. അതൊക്കെ അമ്മയുടെ വെറും വ്യാമോഹം മാത്രമാണ്. ഭദ്ര അവനെ തുറച്ചു നോക്കി നിൽക്കുകയാണ്. താൻ ഒരു കാരണവശാലും മടങ്ങിപ്പോകുമൊന്നും വേണ്ട. തനിക്ക് കുറേയേറെ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്? നല്ലൊരു ജോലി മേടിക്കണം, ഓർഫനേജിൽ എല്ലാവരെയും ഹെൽപ്പ് ചെയ്യണം, തൻ്റെ അച്ഛനെ അമ്മയോ ആരെയെങ്കിലും ഒരാളെയെങ്കിലും തനിക്ക് കണ്ടുപിടിക്കണം. ഇതൊക്കെയല്ലേ ഭദ്രക്കുട്ടിയുടെ ആഗ്രഹങ്ങൾ? വെട്ടം സിനിമയിൽ നമ്മുടെ ഹീറോയിൻ പറയുന്നത് പോലെ, എൻ്റെ കൂടെ നിന്നാലേ ഞാൻ ഇയാളെ സഹായിക്കാം. തൻ്റെ ലക്ഷ്യങ്ങളൊക്കെ പൂർത്തീകരിക്കുവാൻ ഈ ഹരിനാരായണൻ കൂടെയുണ്ടായിരിക്കും. ആലോചിച്ചു പറഞ്ഞാൽ മതി. അവിടെ ആരൊക്കെ തടസ്സമായാലും അതൊക്കെ തുടച്ചു മാറ്റുന്ന കാര്യം ഞാൻ ഏറ്റടോ. ആലോചിക്കാൻ ഒന്നുമില്ല ഹരിയേട്ട. വേണ്ട, അതൊന്നും ശരിയാവില്ല. എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. എനിക്ക് ഹരിയേട്ടനോടൊപ്പം താമസിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. എൻ്റെ വിലയും നിലയും ഒക്കെ ഞാൻ നോക്കേണ്ടവളാണ്. അതനുസരിച്ചുള്ള പദവിയിലേക്ക് ഞാൻ ഉയരാൻ പാടുള്ളൂ. മംഗലത്ത് വീട്ടിലെ ഹരിനാരായണൻ്റെ ഭാര്യ പദവി അതൊരിക്കലും എനിക്ക് വേണ്ട. എന്നോട് ക്ഷമിക്കണം ഹരിയേട്ട. ഹരി തൻ്റെ ചൂണ്ടുവിരൽ താടിയിലേക്ക് മുട്ടിച്ചുകൊണ്ട് അവളെ സാകൂതം നിരീക്ഷിച്ചു. സത്യം പറഞ്ഞാൽ ഭദ്ര തൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ സമ്മതിക്കുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ തനിക്ക് തെറ്റിപ്പോയി. ഒന്നാലോചിക്കാൻ പോലും കൂട്ടാക്കാതെ കൊണ്ട് അവൾ വേഗം തന്നെ മറുപടി പറഞ്ഞു. അതിൻ്റെ കാരണം അമ്മയെ അവൾ ഭയന്നതാണ്. അതെന്താ ഭദ്ര? തൻ്റെ സങ്കല്പത്തിലുള്ള ഒരാളല്ലേ ഞാൻ? അതുകൊണ്ടാണോ താൻ എന്നെ ഒഴിവാക്കുന്നത്? അയ്യോ അല്ല, സത്യമായിട്ടും അല്ല. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും കരുതിയിട്ടില്ല. പക്ഷെ വേണ്ട ഹരിയേട്ടാ, ഞാൻ ഇനി ഇവിടെ തുടരുന്നത് അത് ശരിയാവില്ല. ഇത്രയൊക്കെ കാര്യങ്ങൾ വഷളായ സ്ഥിതിക്ക് തന്നെ ഇനി ഓർഫനേജിൽ അമ്മ നിർത്തുമെന്ന് തോന്നുന്നുണ്ടോ?
പെട്ടെന്നവൻ ചോദിച്ചു. അറിയില്ല, സാധ്യത കുറവാണ്. പക്ഷേ മീര ടീച്ചർ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാട്ടിത്തരും. ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ. എല്ലാവരെയും അത്രയ്ക്ക് വിശ്വാസമുണ്ട്. പക്ഷെ എന്നെ മാത്രം എന്തേ? എനിക്ക് ഹരിയേട്ടനെ വിശ്വാസമാണ്, 100 വട്ടം വിശ്വാസമാണ്. പക്ഷേ ഞാനിവിടെ തുടരുന്നത് ഹരിയേട്ടൻ്റെ ജീവിതം കൂടി ഇല്ലാതാക്കും. അതുകൊണ്ടാണ്. എനിക്ക് പോണ ഹരിയേട്ട, പോയേ തീരൂ. അവൾ വീണ്ടും അതുതന്നെ ആവർത്തിച്ചു. പിന്നെ എനിക്കാരുണ്ട് ഭദ്ര? തൻ്റെ പേരും പറഞ്ഞല്ലേ ഞാൻ ഈ വെല്ലുവിളിയൊക്കെ നടത്തിയത്. ഒടുവിൽ താൻ പോയാൽ അതെങ്ങനെ ശരിയാവും? അവൻ ഭദ്രയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കി. എൻ്റെ കൂടെ എന്നും ഉണ്ടാവില്ലേടോ താന്? പറയൂ ഭദ്ര. തുടരും.